ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 22-ാം അധ്യായം. രാജോവാച യഥേതത് ഭഗവത ആദിത്യസ്യ മേരും ധ്രുവം ച പ്രദക്ഷിണേന പരിക്രാമതോ രാശീനാം അഭിമുഖം പ്രചലിതം ച പ്രദക്ഷിണം ഭഗവതോപവർണിതമമുഷ്യ വയം കഥമനു മിമീമഹീതി. രാജാവ് ചോദിച്ചു, ഭഗവാനായ ആദിത്യൻ മേരുവിനെയും ധ്രുവമണ്ഡലത്തെയും പ്രദക്ഷിണം ചെയ്തുകൊണ്ടും രാശികളുടെ അഭിമുഖമായിട്ടും സഞ്ചരിക്കുന്നു. അപ്രദക്ഷിണമായിട്ടാണ് സഞ്ചാരം എന്ന് സർവജ്ഞനായ അങ്ങ് അരുളി ചെയ്തതിനെ എന്തൊരനുമാനത്താൽ സംശയം കൂടാതെ ഞങ്ങൾക്ക് ധരിപ്പാൻ സാധിക്കുമെന്നുകൂടി അരുളി ചെയ്യണം. സഹോവാച യഥാ കുലാലചക്രേണ ഭ്രമദാ സഹ ഭ്രമദാം തദാശ്രയാണാം പിപീലികാദീനാം ഗതിരന്യൈവ പ്രദേശാന്തരേഷ്വപ്യുപലഭ്യമാനാത്വാദേവം നക്ഷത്രരാശി വിരുപലക്ഷിതേന കാലചക്രേണ ധ്രുവം മേരും ച പ്രദക്ഷിണേന പരിധാവതാ സഹ പരിധാവമാനാനാം തദാശ്രയാണാം സൂര്യാദീനാം ഗ്രഹാണാം ഗതിരന്യൈവ നക്ഷത്രാന്തരേ രാശ്യന്തരേ ചോപലഭ്യമാനത്വാത്. ശ്രീ ശുഗമുനി സ്പഷ്ടമായി അരുളി ചെയ്തു. കുംഭകാരൻ്റെ ചക്രം ചുറ്റിത്തിരിയുമ്പോൾ ആ ചക്രത്തെ ആശ്രയിച്ചിരിക്കുന്ന ഉറുമ്പ് മുതലായ ചെറു പ്രാണികൾക്ക് രണ്ടുവിധം ഗതിയുണ്ടാവുന്നതിൽ വിരോധമില്ല. ചക്രത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ചക്രഗതിയെ അനുസരിച്ചൊരുവിധം സഞ്ചാരം, ചക്രത്തിൽ സ്വേച്ഛയാ സഞ്ചരിക്കുന്ന ആ പ്രാണികൾക്ക് ചക്രഗതിക്ക് വിപരീതമായ വിധത്തിൽ സഞ്ചരിക്കുകയും ചെയ്യാം. ഇതുപോലെ എല്ലാ പ്രദേശങ്ങളിൽ ഇരിക്കുന്നവർക്കുമാവാമെന്നുള്ള അനുഭവമുണ്ടല്ലോ. ഇതുപോലെ നക്ഷത്രരാശികളോട് ചേർന്നിരിക്കുന്ന കാലചക്രം ധ്രുവനെയും മേരുവിനെയും ചുറ്റിത്തിരിയുമ്പോൾ ആ ചക്രത്തെ ആശ്രയിച്ചിരിക്കുന്ന സൂര്യാദി ഗ്രഹങ്ങളുടെ ഗതിയും അന്യവിധമായിരിക്കുന്നുവെന്ന് അന്യത്ര വസിക്കുന്നവർക്ക് കാണപ്പെടുന്നതിൽ ശങ്കിപ്പാൻ കാരണമില്ല. നക്ഷത്രങ്ങളിലും രാശികളിലും ഈ ഗതിവിശേഷം കാണപ്പെടാവുന്നതാകുന്നു. സയേഷ ഭഗവാൻ ആദിപുരുഷ ഏവ സാക്ഷാൽ നാരായണോ ലോകാനാം സ്വസ്ഥയ ആത്മാനം ത്രയീമയം കർമ്മവിശുദ്ധിനിമിത്തം കവിഭിരഭിജ വേദേന വിജിജ്ഞാസ്യമാനോ ദ്വാദശതാ വിഭജ്യ ഷട്സു വസന്താദി ഋതുഷു യഥോപജോഷ മൃത്യുഗുണാൻ വിദദാതി. ഈ കാണപ്പെടുന്ന സൂര്യൻ ആദിപുരുഷനായ ഭഗവാൻ സാക്ഷാൽ നാരായണൻ തന്നെയാകുന്നു. ലോകങ്ങളുടെ ക്ഷേമത്തിനായിക്കൊണ്ടും വേദോക്ത കർമ്മങ്ങളുടെ പരിശുദ്ധിക്കായിക്കൊണ്ടും ആത്മസ്വരൂപത്തെ 12ആയി വിഭജിച്ച് സൂര്യസ്വരൂപനായിരിക്കുന്നു. കവികൾ വേദത്താൽ അറിയുവാൻ ആഗ്രഹിക്കുന്ന ആ ശ്രീനാരായണൻ സൂര്യസ്വരൂപനായിട്ട് വസന്താദികളായ 6 ഋതുക്കളിൽ ശീതോഷ്ണാദി ഗുണങ്ങളെ യഥോപയോഗം ഉണ്ടാക്കി തീർക്കുന്നു. തമേതമിഹ പുരുഷാസ്ത്രയ്യ വിദ്യയാ വർണ്ണാശ്രമാചാരാനുപത ഉച്ചാവജൈഹി കർമ്മഭിരാംനാദൈർ യോഗവിധാനൈശ്ച ശ്രദ്ധയാ യജന്തോഞ്ജസ ശ്രേയഃ സമധി ഗച്ഛന്തി. വർണ്ണാശ്രമാചാരങ്ങളെ അനുസരിച്ചിരിക്കുന്ന പുരുഷന്മാർ സൂര്യസ്വരൂപനായ ഈ മഹാപുരുഷനെ വേദവിദ്യ കൊണ്ടും വേദോക്തങ്ങളായ അഗ്നിഹോത്രം, സന്ധ്യോപാസനം മുതലായ ബഹുവിധ കർമ്മങ്ങൾ കൊണ്ടും യോഗ സമ്പ്രദായങ്ങൾ അനുസരിച്ചുള്ള ധ്യാനാദികൾ കൊണ്ടും ശ്രദ്ധാപൂർവം പൂജിക്കുന്നവരായിട്ട് പ്രയാസം കൂടാതെ ശ്രേയസ്സിനെ പ്രാപിക്കുന്നു. അതസ ഏഷ ആത്മാ ലോകാനാം ദ്യാവാ പൃഥിവ്യോരന്തരേണ നഭോവലേസ്യ കാലചക്രഗതോ 12 മാസാൻ ഭുങ്ക്തേ രാശിസംജ്ഞാൻ സംവത്സരാവയവാൻ. ലോകങ്ങളുടെ അന്തരാത്മാവായിരിക്കുന്ന ഈ സൂര്യൻ സ്വർഗലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും മധ്യത്തിലുള്ള ആകാശവലയമധ്യത്തിൽ കാലചക്രം എന്ന് പറയപ്പെടുന്നത് യാതൊന്നോ അതിൽ കൂടി സഞ്ചരിച്ചിട്ട് സംവത്സരത്തിൻ്റെ അവയവങ്ങളും രാശികൾ എന്ന് വിശേഷ നാമധേയങ്ങളുള്ളവയുമായ 12 മാസങ്ങളെ ഭുജിക്കുന്നു. മാസഃ പക്ഷദ്വയം ദിവാനക്തം ചേതി സാ പാദർഷദ്വയം ഉപദിശന്തി യാവതാ ഷഷ്ടമംശം ഭുഞ്ജീത സവൈ ഋതുരിത്യുപദിശ്യതേ സംവത്സരാവയവഃ. ചന്ദ്രമാനപ്രകാരം പക്ഷദ്വയം മാസം, പിതൃക്കളുടെ ഒരു പകലും ഒരു രാത്രിയും കൂടിയത് മാസം, സൂര്യമാനപ്രകാരം 2.25 നക്ഷത്രം ഒരു മാസം എന്നിങ്ങനെ ബഹുവിധത്തിലുള്ള മാസം, പക്ഷം, ദിവസം എന്നീ വ്യവഹാരങ്ങൾക്കെല്ലാം ആസ്പദം പരമാർത്ഥത്തിൽ സൂര്യനാകുന്നു. ഒരു സംവത്സരത്തിൻ്റെ 1/6 ഭാഗത്തെ ഭുജിക്കുവാനുള്ള സമയത്തെ ഒരു ഋതു എന്ന് പറയുന്നു.
ഒരു സംവത്സരത്തിനുള്ള അവയവങ്ങളാണ് 6 ഋതുക്കൾ എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതജ യാവതാർദ്ദേന നഭോവീദ്യാം പ്രചരതി തം കാലമയനമാചക്ഷതേ. ആകാശമാർഗത്തിൽ അർദ്ധഭാഗം സഞ്ചരിക്കുവാനുള്ള കാലം എത്ര വേണ്ടിവരുന്നുവോ ആ കാലത്തെ അയനമെന്നു പറയുന്നു. അതജ യാവൻ നഭോമണ്ഡലം സഹ ദ്യാവ പൃഥിവ്യോർമണ്ഡലാഭ്യാം കാൽസന്യേന സഹ ഭുഞ്ജീത തം കാലം സംവത്സരം പരിവത്സരം ഇടാവത്സരം അനുവത്സരം വത്സരമിതി ബാനോർ മാദ്യ ശൈക്ര സമഗതിഭിഃ സമാമനന്തി. എന്നു മാത്രമല്ല, സൂര്യൻ നഭോമണ്ഡലത്തെ മുഴുവനും സഞ്ചരിച്ചു കഴിയുമ്പോൾ ആ കാലത്തിന് സംവത്സരം, പരിവത്സരം, ഇടാവത്സരം, അനുവത്സരം, വത്സരം എന്ന നാമഭേദങ്ങൾ അറിവുള്ളവർ നിശ്ചയിച്ചിരിക്കുന്നു. സൂര്യൻ്റെ ശീഘ്രഗതി, മന്ദഗതി, സമഗതി എന്ന ഭേദങ്ങൾ നിമിത്തം ഒരു വർഷത്തിന് കുറേ ദിവസം അധികരിച്ചും മറ്റൊന്നിന് കുറഞ്ഞും വരുന്നതിനെ കാണിപ്പാനാണ് നാമഭേദങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. സൂര്യൻ്റെ സഞ്ചാരത്തോടുകൂടി ഭൂവലയവും അന്തരീക്ഷലോകവും സഞ്ചരിക്കുന്നുണ്ട്. ശുക്ലപക്ഷ പ്രഥമ ദിവസം സംക്രാന്തി വരുന്ന കാലത്തിൽ സൗരമാസവും ചാന്ദ്രമാസവും ഒരേ ദിവസം ആരംഭിക്കുന്നു. ആ വർഷത്തിന് സംവത്സരം എന്നുപേർ. അതുകൊണ്ട് സൗരമാനത്താൽ ഒരു വർഷത്തിൽ 6 ദിവസം അധികരിക്കും, ചന്ദ്രമാനത്താൽ 6 ദിവസവും കുറയും. അപ്പോൾ 12 ദിവസത്തിൻ്റെ വ്യത്യാസമുണ്ടാകുന്നു. ഇങ്ങനെ 5 കൊല്ലം കഴിയുമ്പോൾ 60 ദിവസം 2 മാസം വ്യത്യാസപ്പെടും. ഈ മാസങ്ങൾക്ക് മലമാസങ്ങൾ എന്ന് സംജ്ഞ നിശ്ചയിച്ചിരിക്കുന്നു. ഈ ദിവസഭേദങ്ങൾ കാണിപ്പാനാണ് വർഷങ്ങൾക്ക് 5 വിധം സംജ്ഞ ചെയ്തിരിക്കുന്നത്. ഏവം ചന്ദ്രമ അർക്കഗഭിസ്തിഭ്യ ഉപരിഷ്ട ലക്ഷയോജനത ഉപലഭ്യമാനോർക്കസ്യ സംവത്സരഭുങ്ക്തിം പക്ഷാഭ്യാം മാസഭുങ്ക്തിം സപാദർശാഭ്യാം ദിനേനൈവ പക്ഷഭുക്തിം അഗ്രചാരി ദ്രുതതരകമനോ ഭുങ്ക്തേ. ഇപ്രകാരം സൂര്യമണ്ഡലത്തിൽ നിന്ന് ഉപരി 1,00,000 യോജന ദൂരത്തിൽ കാണപ്പെടുന്ന ചന്ദ്രൻ സൂര്യൻ്റെ സംവത്സരഭുക്തിയെ 2 പക്ഷങ്ങൾ കൊണ്ടും സൂര്യൻ്റെ മാസഭുക്തിയെ 2.25 ദിവസം കൊണ്ടും സൂര്യൻ്റെ പക്ഷഭുക്തിയെ 1 ദിവസം കൊണ്ടും മുമ്പേ അതിവേഗം സഞ്ചരിച്ചു ഭുജിക്കുന്നു. അത ചാപൂര്യമാണാഭിശ്ച കലാഭിരമരാണാം ക്ഷീയമാണാഭിശ്ച കലാഭിഃ പിതॄണാം അഹോരാത്രാണി പൂർവപക്ഷാപരപക്ഷാഭ്യാം വിധന്വാനഃ സർവജീവനിവഹ പ്രാണോ ജീവശ്ചൈകമേകം നക്ഷത്രം ത്രിംശതാ മുഹൂർത്തേർഭുങ്ക്തേ. ചന്ദ്രൻ്റെ വൃദ്ധികരങ്ങളായ കലകളാൽ ദേവന്മാർക്കും ക്ഷയശീലകളായ കലകളാൽ പിതൃക്കൾക്കും അഹോരാത്രങ്ങളെ ജനിപ്പിക്കുന്നു. അഹോരാത്രങ്ങൾ എന്ന് പറഞ്ഞത് പകൽ സമയം രാത്രി സമയം എന്ന അർത്ഥത്തിലല്ല, പൂജകാലങ്ങൾ എന്ന അർത്ഥത്തിലാണ്. ശുക്ലപക്ഷത്തിൽ ദേവപൂജയും കൃഷ്ണപക്ഷത്തിൽ പിതൃപൂജയും ചെയ്യണമെന്നാണ് വേദവിധി. ദേവന്മാരുടെ പകൽ സമയവും രാത്രി സമയവും ഉത്തരായണ ദക്ഷിണായന കാലങ്ങളാണ് എന്ന് വേറൊരു ദിക്കിൽ പറഞ്ഞിരിക്കയാൽ അഹോരാത്ര ശബ്ദത്തിന് പകൽ രാത്രി എന്ന് ധരിക്കുന്നതായാൽ മുമ്പ് പറഞ്ഞതിന് വിരോധം നേരിടും. ചന്ദ്രൻ തൻ്റെ കലകളുടെ വൃദ്ധിക്ഷയങ്ങളെ സൂചിപ്പിക്കുന്ന ശുക്ലപക്ഷ കൃഷ്ണപക്ഷങ്ങളാൽ സർവ്വജീവരാശികൾക്കും ആഹാരമായിരിക്കുന്ന ഔഷധികളെ അഭിവൃദ്ധിപ്പെടുത്തുന്നു. അതിനാൽ ചന്ദ്രനെ ജീവനെന്നും പ്രാണനെന്നും കൂടി പറയുന്നു. ഓരോ നക്ഷത്രത്തെ 30 മുഹൂർത്തം കൊണ്ട് ചന്ദ്രൻ ഭുജിക്കുന്നു. ചന്ദ്രാദികൾക്ക് തേരുകളുണ്ടെന്ന് വിഷ്ണുപുരാണത്തിൽ കാണുന്നുണ്ട്. എത്ര നക്ഷത്രങ്ങളുണ്ടോ അത്ര വാതരശ്മികളുമുണ്ട്. എല്ലാം ധ്രുവനിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ചന്ദ്രൻ്റെ തേരിന് 3 ചക്രങ്ങളുണ്ട്. ചന്ദ്രൻ്റെ കുതിരകൾ മുല്ലപ്പൂ പോലെ ശുഭ്ര നിറമുള്ളവയാണ്. ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും 5 വീതം പൂട്ടിയിരിക്കുന്നു. ആ തേരിലിരുന്ന് സഞ്ചരിക്കുന്നു ചന്ദ്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യ ഏഷ ഷോഡശകലഃ പുരുഷോ ഭഗവാൻ മനോമയോ നമയോ മൃതമയോ ദേവപിതൃമനുഷ്യ ഭൂത പശു പക്ഷി സരീസൃഭ വീരുതാം പ്രാണാപ്യായന ശീലത്വാദ് സർവമയ ഇതി വർണ്ണയന്തി. 16 കലകളോടുകൂടിയ ഈ ചന്ദ്രൻ സാക്ഷാൽ ഭഗവാന്റെ മനോരൂപനാകയാൽ ചന്ദ്രനെ മനോമയൻ, അന്നമയൻ, അമൃതമയൻ എന്നും ദേവന്മാർ, പിതൃക്കൾ, മനുഷ്യർ, ഭൂതങ്ങൾ, പശുക്കൾ, പക്ഷികൾ, ഇഴജാതികൾ, വൃക്ഷലതാദികൾ എന്നിവരുടെ പ്രാണസംതൃപ്തിയെ ജനിപ്പിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് സർവമയനെന്നും വർണ്ണിക്കുന്നു. 10 ഇന്ദ്രിയങ്ങളും 5 ഭൂതങ്ങളും മനസ്സും കൂടിയ 16നെയാണ് 16 കലകളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രൻ ഭഗവാനായ പുരുഷൻ തന്നെ എന്ന് പറഞ്ഞത്. തഥ ഉപരിഷ്ടാത് 3,00,000 യോജനതോ നക്ഷത്രാണി മേരും ദക്ഷിണേനൈവ
കാലായന ഈശ്വര യോജിതാനി സഹാഭിജിതാഷ്ടാവിംശതിഃ. ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ഉപരി 3,00,000 യോജന ദൂരെ കാലചക്രത്തിൽ ഈശ്വരനാൽ യോജിപ്പിക്കപ്പെട്ടിരിക്കുന്ന 28 നക്ഷത്രങ്ങൾ മേരുവിനെ പ്രദക്ഷിണം ചെയ്യുന്നു. അഭിജിത്ത് എന്ന ഒരു നക്ഷത്രം ഉത്രാടത്തിനും തിരുവോണത്തിനും മധ്യേ ഉള്ളതുകൊണ്ടാണ് 28 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉത്രാടത്തിൻ്റെ അന്ത്യാംശം 15 നാഴികയും തിരുവോണത്തിൻ്റെ ആദ്യം 4 നാഴികയും കൂടിയ ഭാഗത്തിനാണ് അഭിജിത്ത് എന്നു പേർ. തത ഉപരിഷ്ടാദുശന ദ്വിലക്ഷയോജനത ഉപലഭ്യതേ പുരതഃ പശ്ചാത് സഹൈവ വാർക്കസ്യ ശൈക്രമാന്ദ്യ സാമ്യഭിർ ഗതിഭിർ അർക്കവച്ചരതി ലോകാനാം നിത്യതാനുകൂല ഏവ പ്രായേണ വർഷയംശ്ചാരേണാനുമീയതേ സ വൃഷ്ടി വിഷ്ടംഭ ഗ്രഹോപശമനഃ. നക്ഷത്രമണ്ഡലത്തിൽ നിന്ന് 2,00,000 യോജന ദൂരെ ശുക്രൻ എന്ന ഗ്രഹമിരിക്കുന്നു. സൂര്യൻ്റെ ശീഘ്രമന്ദ സമഗതികളെ അനുസരിച്ച് മുന്നിലോ പിന്നിലോ ആയിട്ട് ശുക്രൻ സഞ്ചരിക്കുന്നു. ശുക്രൻ നിത്യവും സാമാന്യനായിട്ട് ലോകത്തിന് അനുകൂലമായ ഗ്രഹമാകുന്നു. ശുക്രൻ്റെ സഞ്ചാരത്താൽ ലോകത്തിൽ വർഷമുണ്ടാകുന്നു. വർഷത്തെ പ്രതിബന്ധിക്കുന്ന ഗ്രഹങ്ങളെ ഉപശമിപ്പിക്കുന്നതിനുള്ള ശക്തി ശുക്രനുണ്ടെന്ന് അനുമാനിക്കപ്പെട്ടിരിക്കുന്നു. ഉശനസ ബുധോ വ്യാഖ്യാതസ്തത ഉപരിഷ്ടാത് 2,00,000 യോജനതോ ബുധഃ സോമസുത ഉപലഭ്യമാനഃ പ്രായേണ ശുഭകൃത് യഥാർക്കാത് വ്യതിരിച്ഛേദ യഥാ തഥാദിവാദാഭ്രപ്രായാനാവൃഷ്ട്യാദി ഭയമാശംസതേ. ശുക്രനെ പോലെ തന്നെ ബുധനും സൂര്യൻ്റെ മുന്നിലോ പിന്നിലോ ആയിട്ട് സഞ്ചരിക്കുന്നു. ശുക്രനിൽ നിന്ന് 2,00,000 യോജന ദൂരെയാണ് ചന്ദ്രപുത്രനായ ബുധൻ കാണപ്പെടുന്നത്. പ്രായേണ ബുധൻ ലോകത്തിന് ശുഭത്തെ നൽകുന്ന ഗ്രഹമാകുന്നു. സൂര്യനിൽ നിന്ന് എപ്പോൾ അകന്നിരിക്കുന്നുവോ അപ്പോൾ കൊടുങ്കാറ്റ്, അതിവൃഷ്ടി, അനാവൃഷ്ടി മുതലായവ നിമിത്തം അതിഭയം ലോകത്തിനുണ്ടാവുമെന്ന് സൂചിപ്പിക്കുന്നു. അത ഊർധ്വം അങ്കാരഗോപി യോജനലക്ഷദ്വിതയഃ ഉപലഭ്യമാനസ്ത്രിഭിസ്ത്രിഭിഃ പക്ഷൈരേകൈകശോ രാശീൻ ദ്വാദശാനുഭുങ്ക്തേ യദിന വക്രേണാഭിവർത്തതേ പ്രായേണ ശുഭഗ്രഹോകശംസഃ. ബുധനുമീതെ 2,00,000 യോജന ദൂരെ ചൊവ്വ എന്ന ഗ്രഹം കാണപ്പെടുന്നു. വക്രഗതി ഇല്ലെന്നു വരികിൽ 3 വർഷങ്ങൾ കൊണ്ട് ഓരോ രാശിപ്രകാരം 12 രാശികളെയും ഭുജിക്കുന്നു. ചൊവ്വ പ്രായേണ ദോഷത്തെ സൂചിപ്പിക്കുന്ന അശുഭഗ്രഹമാകുന്നു. തത ഉപരിഷ്ട 2,00,000 യോജനാന്തരഗതോ ഭഗവാൻ ബൃഹസ്പതിർ ഏകൈകസ്മിൻ രാശോ പരിവത്സരം ചരതി യദിന വക്രഃ സ്യാത് പ്രായേണാനുകൂലോ ബ്രാഹ്മണകുലസ്യ. അതിൽ നിന്നും 2,00,000 യോജന ദൂരെ ഭഗവാൻ ബൃഹസ്പതി ഇരിക്കുന്നു. വക്രഗതി ഇല്ലെന്നു വരികിൽ 1 കൊല്ലം കൊണ്ട് ഒരു രാശിയിൽ സഞ്ചരിക്കും. ബൃഹസ്പതി പ്രായേണ ബ്രാഹ്മണ വംശത്തിന് അനുകൂലമാകുന്നു. സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കെല്ലാം അനുകൂലനെന്ന് കാണിപ്പാനാണ് ബ്രാഹ്മണ ശബ്ദപ്രയോഗം. തത ഉപരിഷ്ട്യാദോജനലക്ഷദ്വയാത് പ്രതീയമാനഃ ശനൈശ്ചര ഏകൈകസ്മിൻ രാശൗ 30 മാസാൻ വിളംബമാനഃ സർവാനേവാനുപര്യേതി താവദ്ഭിരനുവത്സരൈഃ പ്രായേണ ഹി സർവേഷാം അശാന്തികരഃ. അതിൽ നിന്നും 2,00,000 യോജന ദൂരെ കാണപ്പെടുന്ന ശനൈശ്ചരൻ എന്ന ഗ്രഹം ഓരോ രാശിയിൽ 30 മാസം വീതം നിൽക്കുന്നു. അതിനാൽ 30 വർഷം കൊണ്ട് 12 രാശികളെ ഭുജിക്കുന്നു. പ്രായേണ സർവർക്കും അശുഭത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാകുന്നു ശനി. തത ഉത്തരസ്മാദൃശയ 11,00,000 യോജനാന്തര ഉപലഭ്യന്തേ യേവ ലോകാനാം ശമനുഭാവയന്തോ ഭഗവതോ വിഷ്ണോർയത് പരമം പദം പ്രദക്ഷിണം പ്രക്രമന്തി. അതിൽ നിന്നും 11,00,000 യോജന ദൂരെ ഋഷികളിരിക്കുന്നു. അവർ ലോകങ്ങൾക്ക് ക്ഷേമത്തെ പ്രാർത്ഥിച്ചും കൊണ്ട് ഭഗവാനായ വിഷ്ണുവിൻ്റെ പരമപദമായ ധ്രുവമണ്ഡലത്തെ പ്രദക്ഷിണം ചെയ്യുന്നു. 22-ാമത്തെ അധ്യായം സമാപിച്ചു. 23-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.